ദിനത്തിൽ പബ്ലിക് കേരള മീഡിയ ചീഫ് എഡിറ്ററെ ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം തടയുകയും ഖാദർ കരിപ്പൊടിയുടെ ചാനലല്ലേ ഇതെന്നും പറഞ്ഞ് ഹർത്താലിന്റെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതിനു ശേഷം ഭീഷണിപ്പെടുത്തി അയക്കുകയും ചെയ്തു. ഖാദർ കരിപ്പൊടിയുടെ ചാനലാണോ ഞാൻ പറഞ്ഞു, അതെ, എന്നാ നീ പെട്ടെന്ന് വിട്ടോ, അതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് ഒരു ഭീഷണിയുടെ സ്വരത്തില് ഒരു 4-5 ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് എൻ്റെ ക്യാമറ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു എന്താ സംഭവം എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ് നീ ആ ക്യാമറ ഇങ്ങതാ, നീ ഇപ്പോൾ എടുത്ത ദൃശ്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളിയെന്ന് പറഞ്ഞു. സംഘപരിവാർ നേതാവ് നളിൻ കുമാർ കട്ടീലിനെതിരെ വാർത്ത നൽകിയതിന്റെ വൈരാഗ്യമാണ് ബിജെപി നേതാക്കളും പ്രവർത്തകരും പബ്ലിക് കേരള ചീഫ് മീഡിയ എഡിറ്ററിനെ തടഞ്ഞുവെക്കാൻ കാരണം. റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക് കേരള വാർത്ത നൽകിയിരുന്നു. ഹർത്താൽ ദിനത്തിൽ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനെത്തിയതായിരുന്നു മീഡിയ ചീഫും സംഘവും. എന്നാൽ അതിനിടയിൽ കുറച്ച് യുവാക്കൾ വരികയും എഡിറ്റർ തബ്ഷീർ അബ്ദുള്ളയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും പബ്ലിക് കേരള മാനേജിംഗ് ഡയറക്ടർ ഖാദർ കരിപ്പൊടിയെ കാണാനുണ്ടെന്നും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടു. തുടർന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്ത് വരികയും ഖാദർ കരിപ്പൊടിയോട് നിന്നെ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പോയി പറയാനും പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് എഡിറ്റർ തബ്ഷീർ അബ്ദുള്ള പറയുന്നത് ഇങ്ങനെ: ഇന്ന് രാവിലെ 11 മണിക്ക് ഞാനും നമ്മുടെ പബ്ലിക് കേരള ടീമും കർണക്കാട് ഹർത്താലുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ ഒരുപാട് വണ്ടിയൊന്നും അങ്ങോട്ട് അകത്ത് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ പറഞ്ഞാൽ പോയിക്കോ. എന്നിട്ട് ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല സാർ, ഞങ്ങളിവിടെ വണ്ടി വെച്ച് നടന്നിട്ട് പോയിക്കോളാം, ബാക്കിയുള്ള വണ്ടിയൊന്നും വിടുന്നില്ല, ഞങ്ങളും വിടണ്ടെന്ന് പറഞ്ഞ് അവിടെ വണ്ടി വെച്ചിട്ട് നടന്നിട്ടാണ് പോയത്. ഞാൻ അവിടെ എത്തി ഞങ്ങൾ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് ഇതേതാ ചാനലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പബ്ലിക് കേരള. അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നത്. എന്നിട്ട് അവൻ പോയി. അങ്ങനെ ഞങ്ങൾ ഈ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്ത് എന്നെ അടുത്ത് വിളിച്ചു. പുള്ളി എനിക്ക് പരിചയമൊന്നുമില്ല, ഇങ്ങനെ കണ്ടിട്ടുള്ള പരിചയം മാത്രമാണ്. അങ്ങനെ അയാൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് ഇതേതാ ചാനലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് പബ്ലിക് കേരള, ഖാദർ കരിപ്പൊടിയുടെ ചാനലാണോ ഞാൻ പറഞ്ഞു, അതെ, എന്നാ നീ പെട്ടെന്ന് വിട്ടോ, അതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ. ഞാൻ പിന്നെ ഏതാണെന്നൊന്നും ചോദിക്കാന്നില്ല, അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് ഒരു 4-5 ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് എൻ്റെ ക്യാമറ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു എന്താ സംഭവം എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ് നീ ആ ക്യാമറ ഇങ്ങതാ, നീ ഇപ്പോൾ എടുത്ത ദൃശ്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അത് ഡിലീറ്റ് ചെയ്തോളാം, നിങ്ങൾ ആ ക്യാമറ താന്ന് പറഞ്ഞ് ഞാൻ അവിടെയുള്ള എല്ലാ ക്ലിപ്പും ഡിലീറ്റ് ചെയ്ത് അവർ നോക്കി, അവർ ക്യാമറ തട്ടിപ്പറിച്ച് നോക്കി. ഞാൻ പറഞ്ഞു ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വന്ന്. പക്ഷേ ഒരു ഭയങ്കര ഇൻസൾട്ടായി പോയി. കാരണം അത്രയൊക്കെ ചാനൽ, അത്രയൊക്കെ ആൾക്കാരും പോലീസുകാരും എല്ലാവരും അവിടെ ഉണ്ട്. ആ സമയത്താണ് ഇവരിങ്ങനെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അല്ല, ഇതിന് മുമ്പും ഞങ്ങൾ ഒരുപാട് തവണ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇവർ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെന്ന് വെച്ചാൽ നമ്മളെ ചാനലിൻ്റെ റിപ്പോർട്ടറൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ നിയമപരമായിട്ട് നേരിടുന്നത്. കാരണം ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പബ്ലിക് കേരളയ്ക്കെതിരെയുള്ള സംഘപരിവാർ ഗുണ്ടായിസം ഒരു തുടർക്കഥയാവുകയാണ്. ആക്രമണത്തെ തുടർന്ന് നിരവധി തവണ പരാതിപ്പെട്ടിട്ടുമുണ്ട്. ജില്ലയിലെ വർഗീയ അവസ്ഥകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിടുന്നത് കൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പബ്ലിക് കേരള ന്യൂസ് ടീം ഇരയാകുന്നത്. ബിജെപിയുടെ ഒരു പരിപാടിയിലും നിങ്ങളെ കണ്ടുപോകരുതെന്ന് അഡ്വക്കേറ്റ് ശ്രീകാന്തിന്റെ താക്കീതുമുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.